ഹലോ ഗെയ്സ്, ഇന്ന് നമുക്കൊരു ടാബ്ലറ്റിൻ്റെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ അമ്മമ്മ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അമ്മാമ്മ എടുത്ത് ദൂരെ എറിഞ്ഞു. അതിപ്പോൾ നമ്മൾ കണ്ടാൽ പിന്നെ വെറുതെ ഇടുമോ? അപ്പോൾ വെറുതെ ഇടാത്തതുകൊണ്ട് തന്നെ ഞാനതങ്ങ് എടുത്തു. എടുത്തതിന് ശേഷം ഫസ്റ്റ് അടിച്ചത് യെല്ലോ കളർ കോട്ടാണ് കേട്ടോ. യെല്ലോ കളർ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്, മൊത്തമായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തമായിട്ട് മാത്രമല്ല അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ അടിഭാഗവും കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളർ എടുത്തു, കുറച്ച് ഫ്ലവേഴ്സാണ് വരച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. ബോട്ടിൽ ആർട്ടെന്നും പറയാറുണ്ട്, പക്ഷേ ഇത് നമ്മൾ പറയുന്നു ടാബ്ലറ്റ് ആർട്ടെന്ന് പറയാം. ടാബ്ലറ്റ് ആർട്ടെന്നല്ല, ടാബ്ലറ്റ് ബോക്സ് ആർട്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വൈറ്റ് കളറൂടെ ആഡ് ചെയ്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു ഇത് കിട്ടുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഇത് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാവുന്നതാണ് കേട്ടോ. കയ്യിൽ ഏത് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിലും അത് കൊടുക്കാം. പിന്നെ തണ്ടൊക്കെ ആണല്ലോ നമുക്ക് മസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ തണ്ടൊക്കെ അങ്ങ് കൊടുക്കാൻ കരുതി. തണ്ട് മാത്രമല്ല, ലീഫൊക്കെ കൊടുക്കേണ്ടേ, എന്നാലും ഒരു ടച്ചപ്പൊക്കെ കിട്ടുള്ളൂ. കാണാൻ ബ്യൂട്ടിഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വളഞ്ഞും കുളഞ്ഞും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ലീഫൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ലീഫിൽ ലൈറ്റും കുറച്ച് ലീഫിൽ ഡാർക്കുമാണ് കൊടുക്കുന്നത്. ഞാൻ തണ്ട് വരച്ച ടൈമിൽ എൻ്റെ ലൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റും പിന്നെ ഗ്രീനും കൂടെ ആഡ് ചെയ്താതെ യെല്ലോ കളറും പിന്നെ നമ്മുടെ ഗ്രീനും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു അടപ്പിൽ ഞാൻ ഫസ്റ്റ് യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ വരച്ച പൂ രണ്ടെണ്ണമാണ് വരച്ചത്. ആദ്യം വരച്ചപ്പോൾ നന്നായിട്ട് കുളമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പൂവും കൂടെ ഒന്ന് വരച്ചേക്കാമെന്ന് കരുതി. അടുത്ത പൂവും കൂടെ ഒന്ന് വരച്ചെടുത്തപ്പോൾ അത് മൊത്തത്തായിട്ട് കുളമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മൊത്തം ചുമപ്പ് കളർ മൊത്തത്തിലായിട്ട് ഞാൻ അവിടെ അടിച്ചു വെച്ചു. പക്ഷേ അത് ഇതിനകത്ത് കാണിക്കുന്നില്ല. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് ആ ഒരു റെഡ് കളറും എല്ലാ കളറും കൂടെ ചേർത്ത് ഞാൻ മൊത്തത്തിലായിട്ട് അടിച്ചു കൊടുത്തു. താഴെ ഭാഗം മാത്രം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിലായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.